താറാമുട്ട ഒരു സൈഡിൽ നിൽക്കണം, കോഴിമുട്ട വേണ്ടവർ വേറൊരു സൈഡ്. ഓ അത് ശരി. അപ്പൊ അവിടെ ഒരാൾക്ക് 2 മുട്ട വെച്ചാണല്ലേ? ഈ 2 മുട്ട അല്ലേ എക്സ്ട്രാ വേണം. അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, രണ്ടാവിൽ വെച്ചിട്ടുണ്ട്, എടുക്കുകയാണ്. ചിലർക്ക് ആവശ്യത്തിന് എടുക്കും. ചിലരിങ്ങനെ ഫുട്ബോൾ തട്ടുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ബോൾ തട്ടി തട്ടി കളിക്കുന്നവരും ഉണ്ട്. ഉച്ചയ്ക്കാവുമ്പോ ചിക്കൻ ഉണ്ട് സാറേ. ചിക്കൻ പെരട്ടുണ്ട്. ചിക്കൻ പെരട്ടിയത് ഞാൻ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ മസാലയുണ്ട്, ചില്ലി ചിക്കൻ. ബാഹുബലി സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഈ സിനിമ കാണുന്നില്ലേ, അതുപോലെയാണ് സെറ്റ്. ഈ ആനകൾക്കും കുതിരകൾക്കും ഒക്കെ ആനകൾക്ക് കരിമ്പ്, തെങ്ങും പട്ട. പട്ട ഉണ്ടെങ്കിൽ കാടി വേണ്ട. കുതിരയ്ക്ക് മുതിര. ഞാൻ പറഞ്ഞ ആണുങ്ങളുടെ ഭക്ഷണം കഴിച്ചോണ്ട്, ജനങ്ങളുടെ ഭക്ഷണം കഴിച്ചോണ്ട് നമ്മുടെ സെറ്റിലുള്ള ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാണെങ്കിൽ കോഴിമുട്ട മാത്രം കൊടുക്കും, താറാമുട്ട കൊടുക്കും. എനിക്കറിഞ്ഞൂടാ അതിന്റെ എന്തെങ്കിലും കാരണങ്ങളാണ്. പെണ്ണുങ്ങൾക്കൊക്കെ ഈ അരിസസിന്റെ അസുഖം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്തോ എനിക്കറിഞ്ഞൂടാ അതിന്റെ കാരണം ഞാൻ എടുക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ചിക്കന്റെ ഇത്രയും പ്രിപ്പറേഷൻ പെരട്ടും കാര്യങ്ങളുണ്ട്. ബീഫ് വേണ്ടവർക്ക് ബീഫുണ്ട്. ബീഫ് അവിടെ വേറെ രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ല, അവിടെ ബീഫുണ്ട്. പിന്നെ വൈകുന്നേരം ആവുമ്പോ ഫിഷും ഉണ്ട്, ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. വൈകുന്നേരം ഫിഷ് നെയ്മീനില്ലേ, നെയ്മീൻ അതിങ്ങനെ വച്ചേക്കും. ആവശ്യമുള്ളവർ എടുത്തിട്ട് പോവാം. പിന്നെ അവസാനം ഉണ്ടല്ലോ, നാട്ടുകാർ വരെ എടുത്തുണ്ട്. നാട്ടുകാരൊന്നും ഇതെടുത്തുണ്ട്, ചിക്കൻ എടുത്തു. നമ്മുടെ സെറ്റിൽ നെയ്മീനായിരുന്നു. 50 രൂപയുടെ നെയ്മീൻ മത്തി. നെയ്യുള്ള മത്തി. ഈ മട്ടൻ ഉണർത്തിയതൊക്കെ ഉണ്ടോ? മട്ടൻ ഉണർത്തിയതല്ല, ഒലത്തിയത്. എന്താ സാറേ? അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരായിട്ട് മാറുന്നു. അങ്ങനെ പരസ്പരം വൈരികളാവും. രണ്ട് അധോലോകം ഉണ്ടാകും. ഇവർ തമ്മിലുള്ള കുടിപ്പകയാണ്. ഇവർ പിന്നെ ബോംബെയിലേക്ക് ചേരിയിലേക്ക് താമസം മാറുക. ചേരിയിലേക്ക് സാറേ, ഈ പറഞ്ഞതിൽ വലിയൊരു സത്യമുണ്ട്. അത് ഈ കഥ കൊള്ളാൻ കേട്ടോ സാർ. എന്തൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഒരു വലിയ അംശമുണ്ട്. കാരണം വെച്ചെന്നാൽ കുറ്റവാളികളായി ആരും ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവനെ കുറ്റവാളിയാക്കുന്നത്. ശരിയല്ലേ? മറക്കണ്ട, കുറ്റവാളിയായിട്ട് ആരും ജനിക്കണില്ല. അതെ, സാഹചര്യമാണ് കുറ്റവാളി പറഞ്ഞാൽ ഞാൻ പോകും കേട്ടോ. അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അതെ, എന്തായാലും സാഹചര്യം ആരും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. കുറ്റവാളികളോട് സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ് സമൂഹം കൊടുക്കേണ്ടത്. അവർക്കുള്ള പെരുമാറ്റമാണ് ഈ സമൂഹം. ഇതാണ് ഞങ്ങൾ ഇതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കുന്നത്. വളരെ കറക്റ്റാണ്. എനിക്കും അതാണ് പറയാനുള്ളത്. എന്നല്ല സാറേ, കുറ്റവാളി അറിയപ്പെടുന്ന ആളെ അറിയപ്പെടാത്ത ഇതിനെക്കാട്ടും വലിയ കുറ്റവാളികൾ ഉണ്ട് ഇവിടെ തന്നെ സാറേ. ഒരാളും കുറ്റവാളിയാകാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സുകൊണ്ട്. അവന്റെ സാഹചര്യം അവന് ഓരോ രീതിയിൽ തെറ്റിന്റെ വഴിയിലൂടെ അവനെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒന്ന് എനിക്ക് കാണാറുണ്ട്. ഞാൻ സാർ ഈ ഡിസ്കഷൻ നടത്തുമ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് വരെ എനിക്ക് ബൈക്കിന്റെ താക്കോൽ ഒന്ന് തരും. അല്ല, ബൈക്കിന്റെ താക്കോലോട് കാർ ഉടനെ കൊണ്ടുപോകും. കാറിൽ അല്ല, കാർ വേണ്ട, നമ്മൾ പാവപ്പെട്ടതാണ്. പെട്രോൾ അല്ല, ബാക്കി കഥ കേൾക്കാം. കഥ സാറ് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ പോയിന്റുകൾ മുഴുവൻ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സാർ ഒന്ന് വായിച്ചവരെ മനസ്സിലാക്കിയിരിക്കും സാറ്. ഓക്കെ, വീണ്ടും പെട്ടെന്ന് വരണം. ബാക്കി പറയാൻ നേരത്തെ ഡിസ്കഷൻ തുടങ്ങുക പെട്ടെന്ന്. നല്ല മനുഷ്യനെ എളിമ. കാറ് വേണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് അതാണ് വലിയ വലിയ ആൾക്കാരോടൊക്കെ ഈ പ്രവർത്തിച്ചതിന്റെ എളിമയാണിത്. കാർ ഓടിക്കാൻ അറിയുകയായിരുന്നു. നമസ്കാരം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ബാഹുബലിയിലും പുലിമുരുകനിലും ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. പുലിമുരുകനിലും മൊബൈൽ ഫോൺ മോഷണമാണ് എന്റെ തൊഴിൽ. ഈ സെറ്റിൽ നിന്ന് ഞാൻ 18 ഫോണുകൾ മോഷ്ടിച്ചിട്ടുണ്ട്. മൊബൈൽ ചോർ പോലീസ് പോയി ബൈക്ക് പോയി. ഒരു കാര്യം ചെയ്യും, നിങ്ങളെ രാജമൗലിനോട് പറയും പോലീസിനെ വിളിക്കാൻ. അല്ല, പിന്നെ സാറിനായിരുന്നല്ലോ ഇത്രയും അസുഖം.
അയാൾ രാജമൗലിയുടെ ആളാണ്, ബാഹുബലിയുടെ ആളാണ്, കഥയുടെ പേര് വരെ മാറ്റിയെന്ന്, ഗുണ്ടാബലിന്ന്. അനുഭവിച്ചോ?